ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഒരു ചക്കക്കുരുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചക്കയുടെ സീസണല്ലേ, അപ്പോൾ ചക്കക്കുരു വെച്ചിട്ടുള്ള റെസിപ്പി തന്നെ ആവാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ കുറച്ച് ചക്കക്കുരുവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ഈ വൈറ്റ് തോലുണ്ടല്ലോ, പ്ലാസ്റ്റിക് പോലത്തെ, അതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് മുഴുവനായിട്ടും ഇവിടെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ തോല് കളഞ്ഞിട്ട് എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ചട്ടിയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ കനലിലിട്ടിട്ട് ചുട്ടെടുക്കാം. അതല്ലാന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് കപ്പലണ്ടിയൊക്കെ വറുക്കുന്നത് പോലെ മണലൊക്കെ കൂട്ടിയിട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു പ്രോസസ്സിലൊക്കെ ചെയ്യാമെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഗ്യാസിൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ആക്കുന്നതിനാട്ടിയും എളുപ്പം ഇങ്ങനെ ആക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാനിത് ഒരു ചുവട് കട്ടിയുള്ളൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 കപ്പ് ഉണ്ടാവും കേട്ടോ. ഒരു 10-25 ചക്കക്കുരു ഉണ്ടാവും. എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി സൂക്ഷിച്ചിട്ടുള്ള ചക്കക്കുരു ആണെന്ന് വെച്ചെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഞാൻ എടുത്ത സമയത്താണ് കഴുകിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നനവുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ടൈം എടുത്തു എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ഞാൻ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടിയിൽ പിടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ ഏകദേശം ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. ഇത് ചുട്ടെടുക്കുകയായിരിക്കും ഏറ്റവും ഈസി. എനിക്കിത് ചെയ്തു വന്നപ്പോഴാണ് അത് മനസ്സിലായത്. പിന്നെ മടി കാരണം അത് ചെയ്യണ്ടേ, അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുട്ടെടുക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ചുട്ടെടുത്തോട്ടോ, അതായിരിക്കും കുറച്ചുകൂടി നല്ലതുണ്ടാവുക. ചുട്ടെടുക്കുന്ന സമയത്ത് മേൽക്കൊന്നും പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ പൊട്ടിത്തെറിക്കൊന്നുമില്ല. അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ സെറ്റായപ്പോൾ ഞാനിതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ചട്ടി ഒഴിവാക്കിയിട്ട് ഞാൻ വീണ്ടും ഇത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഈ അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നമ്മുടെ റേഷൻ്റെ അരിയില്ലേ, നമ്മൾ ചോറ് വെക്കാനൊക്കെ മേടിക്കുന്ന സാധാ അരി, അത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വെള്ളമൊക്കെ വാരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് നമ്മൾ സാധാരണ അരിമണിയൊക്കെ വറുക്കില്ലേ, അതേപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണല്ലേ, അരിമണി വറുത്തത് കൂട്ടിയിട്ട് തേങ്ങയും കൂടിയിട്ടിട്ട് ചായ കുടിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആ കോമ്പിനേഷൻ ഇഷ്ടമുണ്ടെന്ന് വെച്ചെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. നല്ല കട്ടൻ ചായ, അതിൽ കുറച്ച് തേങ്ങയും അരിമണിയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള റെസിപ്പിയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു ഇഷ്ടമുണ്ടെന്ന് വെച്ചെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ചക്കക്കുരു റോസ്റ്റ് ചെയ്തെടുക്കുന്ന അത്ര സമയമൊന്നും വേണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ വെള്ളം നനവൊക്കെ നല്ലോണം മാറിയതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ അരിമണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം സെറ്റായി വന്നാൽ എല്ലാവർക്കും അറിയാമല്ലോ നോക്കാൻ. എല്ലാവരും ഒന്ന് പൊട്ടി വന്നാൽ മതി. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതും ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചക്കക്കുരു ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അധികം നല്ലോണം ഫൈൻ പൗഡർ ആക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അവിടെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി വീണ്ടും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ ചൂടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിമണിയില്ലേ വറുത്തത്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിവിടെ നമ്മുടെ അരിമണി കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരുവിൻ്റെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഏറെക്കുറെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി വളരെ കുറച്ച് പ്രോസസ്സും കൂടിയേ ഉള്ളൂ. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ കൂടുതലിടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ ഞാൻ കുറച്ച് ഒരു മുഴുവൻ തേങ്ങ എടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടി ഞാൻ ശർക്കരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശർക്കര ഞാൻ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അതല്ലാന്ന് വെച്ചെങ്കിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് ചിരകിയെടുത്താലും മതി കേട്ടോ. അപ്പം ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്ത സമയത്ത് ഇങ്ങനെ കട്ടായിട്ടാണ് കേട്ടോ കിട്ടിയത്. കുഴപ്പമില്ല, നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മധുരത്തിന് നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അപ്പോൾ അത്രയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എങ്കിൽ അത് എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിലൊരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ശർക്കര പാനി ഒന്നല്ല, നമ്മൾ തേങ്ങയുടെയും അതുപോലെ തന്നെ ശർക്കരയിലുള്ള നനവും കൂടിയിട്ടാണ് കേട്ടോ നനച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണല്ലോ ആ ഒരു നല്ലൊരു ടെക്സ്ചർ വരിക. നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുമ്പോൾ അടിപൊളിയായിട്ട് മിക്സായി കിട്ടൂലേ. അപ്പോൾ ഞാൻ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കാന്നാണ്. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ബോൾ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഷേപ്പൊക്കെ ആയി കിട്ടുന്നുണ്ട്. നനവൊക്കെ പാകമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നനവ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മധുരം വേണ്ടാന്ന് വെച്ചെങ്കിൽ കുറേ അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഇത് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ചക്കക്കുരു ഉണ്ട് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്ക് ചക്കക്കുരു ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു പണി മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ മുന്നേ ചക്കക്കുരു യൂസ് ചെയ്തിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ല എന്നുവെച്ചാൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അടിപൊളിയാണ്, അപാര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.